മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് മമത മോഹൻദാസ്. 2005 പുറത്തിറങ്ങിയ മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തെത്തിയ താരം ഇതുവരെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങി. ഒരു അഭിനേത്രി മാത്രമല്ലെന്നും താൻ നല്ലൊരു ഗായികയാണെന്നും കൂടി താരം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാറുണ്ട്. കരിയറിലും ജീവിതത്തിലും ഒരുപോലെ ഉയർച്ച താഴ്ചകൾ വന്ന മമത ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് പ്രചോദനമാണ്. 2 വട്ടം ക്യാൻസറിനെ അതിജീവിച്ചാണ് മമത തന്റെ ജീവിതം തിരിച്ചുപിടിച്ചത്. തന്റെ നിലപാടുകൾ പലപ്പോഴും മമത തുറന്ന് പറയാറുമുണ്ട്. ചില സിനിമകളിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയതിനെക്കുറിച്ചും രാജമൗലിയുടെ ഷൂട്ടിങ്ങിനിടെ തർക്കിച്ചതിനെക്കുറിച്ചുമെല്ലാം നടി പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ചില നടിമാർക്കെതിരെ താരം പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവരാണ് അവരെന്നും താരം പറയുന്നു. തന്റെ പുതിയ തമിഴ് ചിത്രമായ മഹാരാജയുമായി ബന്ധപ്പെട്ട് ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് താരത്തിന്റെ പ്രതികരണം. കുചേലൻ എന്ന തമിഴ് സിനിമയിലെ ഗാനരംഗത്ത് നിന്നും മമതയെ മാറ്റി നിർത്തിയതിനെ കുറിച്ചാണ് താരം സംസാരിച്ചത്. മുൻപും ഇതേക്കുറിച്ച് താരം പറഞ്ഞിട്ടുണ്ട്. അന്ന് നയൻതാരയാണ് ഇതിന് പിന്നിലെന്നാണ് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇത്തരത്തിൽ മാറ്റി നിർത്തിയപ്പോൾ എന്താണ് തോന്നിയതെന്നായിരുന്നു മമതയോടുള്ള ചോദ്യം. ഞാൻ അതിനെ കാര്യമാക്കിയിട്ടില്ല, അതിന്റെ വിധിയാകും. ഇൻസെക്യൂർ ആയ നടിമാർ മാത്രമേ മറ്റു നടിമാർ നമ്മുടെ സിനിമയിൽ വരുമ്പോൾ ആശങ്കപ്പെടുകയുള്ളൂ. നിരവധി നടിമാർ എന്റെ സിനിമയിൽ സെക്കൻഡ് ലീഡായി അഭിനയിച്ചിട്ടുണ്ട്. മറ്റൊരു നടി എന്റെ സിനിമയിൽ പാടില്ലെന്നോ പാട്ടിലോ ഏതെങ്കിലും സിനിമയിലോ പോസ്റ്ററിലോ പാടില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. ഞാൻ നിരവധി സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായി അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഒരു നടി വൻ തിരിച്ചുവരവ് നടത്തിയിരുന്നു. അവർ അഭിനയിച്ച സിനിമയിൽ അവരുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കാൻ ഞാൻ ഒരു ചെറിയ റോൾ ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ എന്റെ സിനിമയിൽ അതിഥി താരമായി അവരും ക്ഷണിച്ചപ്പോൾ അവർ വരാൻ തയ്യാറായില്ല. ഇൻസെക്യൂരിറ്റിയാണ് അത്. ഒരു നടിയെന്ന നിലയിലോ ഒരു വ്യക്തി എന്ന നിലയിലോ ഞാൻ ഇൻസെക്യൂർ അല്ല. അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന പദവിയൊക്കെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഏത് സിനിമാ മേഖലയിലാണെങ്കിലും PR വെച്ച് പണം കൊടുത്ത് സൂപ്പർ സ്റ്റാർ എന്ന് പത്രത്തിൽ എഴുതിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാവും. വിജയ് സേതുപതിയുടെ കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു വില്ലൻ കഥാപാത്രം ചെയ്യാൻ തയ്യാറാകുന്നത്? കാരണം അദ്ദേഹം ഒരു സെക്യൂർ ആർട്ടിസ്റ്റ് ആണ്. അയാൾ ഒരു ഹീറോ അല്ല, മറിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. മോഹൻലാൽ ആർട്ടിസ്റ്റ് ആണ്, കമൽഹാസൻ ആർട്ടിസ്റ്റ് ആണ്. ആരുണ്ടായാലും ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അവർക്കുണ്ടാകും എന്നും താരം പറഞ്ഞു. അതേസമയം മമതയുടെ വാക്കുകൾ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മമത പറഞ്ഞ നടി മഞ്ജു വാര്യർ ആണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മഞ്ജു തിരിച്ചുവരവിൽ നായികയായി എത്തിയ ഉദാഹരണം സുജാത എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം മമത ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മമത പറഞ്ഞ ആ നടി മഞ്ജു ആണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മീര ജാസ്മിൻ ഒരിടവേളയ്ക്ക് ശേഷം ചെയ്ത ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിലും മമത അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.